Hi all, I'm Sonisi Francis. Welcome to Rich and PSK online classes. Once again, നമ്മൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഇനോർഗാനിക് ചാപ്റ്ററുമായി വീണ്ടും വന്നിരിക്കുന്നു. അതിൻ്റെ 4ാമത്തെ പാർട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. കുറേ അല്പം ബോറിംഗ് ആണ് ഇനോർഗാനിക് കെമിസ്ട്രി, പക്ഷേ അതിനകത്ത് ഒരു രസം കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി കംഫർട്ടബിൾ. നമ്മൾ പറയില്ലേ, പാവയ്ക്ക കഴിക്കുന്ന സമയത്ത് നമ്മുടെ കൈപ്പയ്ക്ക എന്ന് പറയുന്ന സാധനം, അതിന് കയ്പ്പ് രസമാണ്, പക്ഷേ കയ്പ്പ് രസത്തെ ആസ്വദിച്ചാൽ വളരെ രസമുണ്ടാവും അല്ലേ? അപ്പോൾ അത്തരം ഒരു ചാപ്റ്ററാണെന്ന് കരുതിയാൽ മതി. 4ാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അതിനുമുമ്പ് ഞാൻ ചോദിക്കട്ടെ, 3 വീഡിയോസിൽ നമ്മൾ ഹൈഡ്രജനെ പറ്റി ഒരു തീരുമാനം ആക്കിയതാണ്. 4ാമത്തെ വീഡിയോയിൽ നമ്മൾ കിടക്കുന്നു ഹൈഡ്രൈഡുകളെ കുറിച്ച് പഠിക്കാനായിട്ട്. സോ ലെറ്റ് us ഡിസ്കസ് അബൌട്ട് ഹൈഡ്രൈഡ്സ്. വാ തുടങ്ങാം. നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ യൂണിറ്റ് എല്ലാവരും NCERT ബുക്കിൽ തുറന്നു വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോയിട്ട് നമുക്ക് ഇന്ന് എടുക്കേണ്ട ടോപ്പിക്കിലേക്ക് എത്താം. ഓർമ്മയുണ്ടല്ലോ ഈ ടോപ്പിക്കുകളൊക്കെ? പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജനും എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്തതാണ്. ആൻഡ് വി ആർ നൗ റീച്ചിങ് ടു ദ ടോപ്പിക് ഹൈഡ്രൈഡ്സ്. അതാണ് നമുക്ക് പറയാനുള്ളത്, ഹൈഡ്രൈഡ്സ്. നിങ്ങളുടെ കൈവശം ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഇറ്റ് വിൽ ബി കംഫർട്ടബിൾ ടു നോട്ട് ഓൾ ദ പോയിൻറ്റ്സ്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഹൈഡ്രൈഡ്സ്. വാട്ട് യു മീൻ ബൈ ഹൈഡ്രൈഡ്സ്? ഒരു എലമെൻറ്റും ഹൈഡ്രജനും ചേർന്നുണ്ടാകുന്ന ബൈനറി കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രൈഡ്സ്. സോ ഹൈഡ്രൈഡ്സ് ആർ ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് ഹൈഡ്രജൻ. എന്താണ് ഈ ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു എലമെൻറ്റും ഉണ്ടാവും, പിന്നെ ആരും ഉണ്ടാവും, ഹൈഡ്രജനും ഉണ്ടാവും. യു ക്യാൻ സീ ഹിയർ. എന്താണ് ഹൈഡ്രൈഡ്സ് എന്നുള്ളത് നോക്കിയ മക്കളെ. ഹൈഡ്രൈഡ്സ് ആർ ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ ഇ എന്ന് പറയുന്ന ഒരു എലമെൻറ്റും ഹൈഡ്രജനും ചേർന്നുണ്ടാക്കുന്ന ഈ HX എന്ന കാറ്റഗറിയിലുള്ള കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രൈഡ്സ്. ഉദാഹരണത്തിന് മെഗ്നീഷ്യം ഹൈഡ്രൈഡ്, അതേപോലെ തന്നെ EMHN എന്ന കാറ്റഗറിയിൽപ്പെട്ട ഡൈബൊറൈൻ, ഇതൊക്കെ ഹൈഡ്രൈഡുകളാണ്. അപ്പം നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി, ഹൈഡ്രജനും ഒരു എലമെൻറ്റും കൂടി ചേരുന്നു. അങ്ങനെ രണ്ട് എലമെൻറ്റുകൾ ചേർന്നുണ്ടാകുന്ന ഒരു കോമ്പൗണ്ട്, അതാണ് ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നത്. ഹൈഡ്രൈഡുകൾ 3 തരമുണ്ട്. ദ വെരി ഫസ്റ്റ് വൺ ഈസ് നോൺ ആസ് അയോണിക് ഓർ സലൈൻ ഓർ സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്സ്. The second one is covalent or molecular hydrides, and the third one is metallic or non-stoichiometric or interstitial hydrides. അങ്ങനെ 3 തരം ഹൈഡ്രൈഡുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ആദ്യം നമുക്ക് അയോണിക് അല്ലെങ്കിൽ സലൈൻ അല്ലെങ്കിൽ സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്സിനെ കുറിച്ച് ആദ്യം ഒന്ന് നോക്കാം. എന്താണ് സലൈൻ അല്ലെങ്കിൽ സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്സിനെ പറ്റി പറയാനുള്ളത്? നോക്കൂ കുട്ടികളെ, ഇവിടെ നിങ്ങൾക്ക് സലൈൻ ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ കാണാം. അയോണിക് അല്ലെങ്കിൽ സലൈൻ അല്ലെങ്കിൽ സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്സ് ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ഹൈഡ്രജൻ വിത്ത് ഹൈലി ഇലക്ട്രോപോസിറ്റീവ് മെറ്റൽസ്. എന്ന് പറഞ്ഞാൽ ആരാണ്? പീരിയോഡിക് ടേബിളിലെ S ബ്ലോക്ക് എലമെൻറ്റ്സ്. നമ്മുടെ ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും. ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസുമായി ഹൈഡ്രജൻ ചേർന്നുണ്ടാക്കിയിരിക്കുന്ന കോമ്പൗണ്ടുകളാണ് ആരെ? അയോണിക് അല്ലെങ്കിൽ സലൈൻ അല്ലെങ്കിൽ സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്സ്. നോക്കൂ, S ബ്ലോക്കുമായി ചേർന്നുണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ. സാധാരണഗതിയിൽ ഈ S ബ്ലോക്ക് എലമെൻറ്റ്സ് ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആയതുകൊണ്ട് അവർ ഇലക്ട്രോണെ വിട്ടുകൊടുക്കും, ഹൈഡ്രജൻ ഇലക്ട്രോണെ സ്വീകരിക്കും. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ സോഡിയം ഹൈഡ്രൈഡ് പറയാം. സോഡിയം എന്ന് പറയുന്നത് +1ഉം ഹൈഡ്രജൻ എന്ന് പറയുന്നത് -1. കാൽഷ്യം ഹൈഡ്രൈഡ് പറയാം, കാൽഷ്യം ഹൈഡ്രൈഡ്. കാൽഷ്യം എന്ന് പറയുന്ന ആൾ +2, ഹൈഡ്രജൻ എന്ന് പറയുന്നത് -1. കാൽഷ്യം ഹൈഡ്രൈഡിനെ വിളിക്കുന്നൊരു പേരുണ്ട് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രോളിത്ത് എന്നാണ് കാൽഷ്യം ഹൈഡ്രൈഡ് അറിയപ്പെടുന്നത്. കാൽഷ്യം ഹൈഡ്രൈഡ് ഈസ് ഓൾസോ നോൺ ആസ് ഹൈഡ്രോളിത്ത്, മറക്കരുത്. ഇനി ഇവർക്ക് അയോണിക് ക്യാരക്ടറാണ്, അതുകൊണ്ടാണ് ഇവരെ അയോണിക് ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ സലൈൻ ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ ലിഥിയം ഹൈഡ്രൈഡ്, ബെറീലിയം ഹൈഡ്രൈഡ്, മെഗ്നീഷ്യം ഹൈഡ്രൈഡ്, ഈ 3 പേർക്കും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോവാലന്റ് ക്യാരക്ടർ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇറ്റ് പോസസ് സിഗ്നിഫിക്കൻ്റ് കോവാലന്റ് ക്യാരക്ടർ. അതിൽ തന്നെ ബെറീലിയം ഹൈഡ്രൈഡിനും മെഗ്നീഷ്യം ഹൈഡ്രൈഡിനും പോളിമെറിക് സ്ട്രക്ചർ ആണെന്നും പറയുന്നു. പോളിമർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരുപാട് യൂണിറ്റുകൾ കൂടിച്ചേർന്നുണ്ടാവുന്ന വലിയൊരു മോളിക്യൂൾ, അതാണ് പോളിമർ. അപ്പോൾ ഓർത്ത് വയ്ക്കാം, അയോണിക് ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ സലൈൻ ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്സിൽ ഹൈഡ്രജൻ S ബ്ലോക്ക് എലമെൻസുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. ഇവിടെ
ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലും ഹൈഡ്രജൻ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുമാണ് കണ്ടുവരുന്നത്. ഇവർക്ക് പൊതുവെ അയോണിക് ക്യാരക്ടർ ആണെങ്കിലും ലിഥിയം ഹൈഡ്രൈഡ്, ബെറീലിയം ഹൈഡ്രൈഡ്, മെഗ്നീഷ്യം ഹൈഡ്രൈഡ് എന്നിവയ്ക്ക് കോവാലൻ ക്യാരക്ടർ ഉണ്ട്. അതിൽ തന്നെ ബെറീലിയം ഹൈഡ്രൈഡിനും മെഗ്നീഷ്യം ഹൈഡ്രൈഡിനും പോളിമറിക് സ്ട്രക്ചർ ഉണ്ട്. മറ്റു ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇവർക്ക് ക്രിസ്റ്റലൈൻ നേച്ചറാണ്. ഇവരുടെ സോളിഡ് സ്റ്റേറ്റിൽ ഇവരുടെ സ്ട്രക്ചറിനെ പറ്റിയാണ് പറയുന്നത്. ക്രിസ്റ്റലൈൻ ആണ്, നോൺ വോളട്ടൈലാണ്, അതായത് പെട്ടെന്ന് എന്താവില്ല, വേപ്പറൈസ് ചെയ്യില്ല. നോൺ കണ്ടക്റ്റിംഗ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിൽ ഇവർ കറണ്ട് കടത്തി വിടില്ല. എന്തുകൊണ്ടാണ് സോളിഡ് സ്റ്റേറ്റിൽ കറണ്ട് കടത്തി വിടാത്തേ? ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഫ്രീ ഓർ മൊബൈൽ അയോൺസ്. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് അയോൺസ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റാണ്. അയോൺസ് ഉണ്ടല്ലോ, പക്ഷേ ഈ അയോൺസ് ഒന്നും ഫ്രീ ആയി സഞ്ചരിക്കാൻ പറ്റില്ല. സോ ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഫ്രീ ഓർ മൊബൈൽ അയോൺസ് എന്ന് പറയണം കേട്ടോ. ഫ്രീ ഓർ മൊബൈൽ അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ, കാരണം അതിനാണ് മാർക്ക്. ദെൻ ഇവർ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മെൽറ്റഡ് സ്റ്റേറ്റിൽ വന്നു കഴിഞ്ഞാൽ ദേ ടേൺ ടു ബി ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ആൻഡ് വൈ? എന്തുകൊണ്ട്? ബിക്കോസ് വെൻ യു മെൽറ്റ് ദിസ് കോമ്പൗണ്ട്സ്, ദിസ് അയോൺസ് ബിക്കം ഫ്രീ. ഈ അയോൺസ് എന്താവും? ഫ്രീ ആവും. അയോൺസ് ഫ്രീ ആവും. സോ ദാറ്റ് ദേ ക്യാൻ ആക്ട് ആസ് ചാർജ് കാരിയേഴ്സ്. അപ്പോൾ അവർക്ക് എന്തായിട്ട് ആക്ട് ചെയ്യാൻ കഴിയും? ചാർജ് കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അവർ കറണ്ട് കടത്തി വിടും. ഓർത്ത് വെച്ചോളൂ, സോളിഡ് സ്റ്റേറ്റിൽ കറണ്ട് കടത്തി വിടില്ല, പക്ഷേ മെൽറ്റഡ് സ്റ്റേറ്റിൽ അയോൺസ് ഫ്രീ ആവുന്നതോടുകൂടി അവർക്ക് ചാർജ് കാരിയേഴ്സായി ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ കറണ്ട് കടത്തി വിടും. ഇനി നിങ്ങൾ അത്തരം കോമ്പൗണ്ടിലൂടെ കറണ്ട് കടത്തി വിട്ടാൽ നിങ്ങൾക്കറിയാം, ഇവിടെ Na എന്ന് പറഞ്ഞവൻ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്? +1 ആണ്. സോ ഇറ്റ് വിൽ ഗോ ടു കാഥോഡ്, ബിക്കോസ് യു നോ ദാറ്റ് കാഥോഡ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. ആൻഡ് H- വിൽ ഗോ ടു, H- എവിടേക്ക് ചെല്ലും? പോസിറ്റീവ് ഇലക്ട്രോഡിന് അടുത്തേക്ക് ചെല്ലും. ഏതാണ് ഈ പോസിറ്റീവ് ഇലക്ട്രോഡ്? ആനോഡ്. H- എന്ന് പറഞ്ഞവൻ ആനോഡിൽ ചെന്ന് ഹൈഡ്രജൻ ഗ്യാസായി ആനോഡിൽ നിന്ന് റിലീസ് ചെയ്യും. സോ ദിസ് ഈസ് about the electrolysis of molten ionic hydrides. Now, അടുത്തത് സലൈൻ ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്സ് വാട്ടറുമായിട്ട് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. വെള്ളവുമായി റിയാക്ട് ചെയ്യും. യു ക്യാൻ സി ഹിയർ, വെള്ളവുമായി റിയാക്ട് ചെയ്യുന്നതായി കാണാം. സി ദിസ് റിയാക്ഷൻ. വെള്ളവുമായിട്ട് ഇവരെന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. വെള്ളവുമായിട്ടുള്ള റിയാക്ഷൻ എങ്ങനെയാണെന്നും കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാം. ഒന്ന് നോക്കി നോക്കൂ മക്കളെ. സോഡിയം ഹൈഡ്രൈഡ്, സോഡിയം ഹൈഡ്രൈഡിൽ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1, ഹൈഡ്രജൻ്റേത് -1. ഇതിലേക്ക് വെള്ളം ഒഴിച്ചാൽ വെള്ളത്തിൽ H+ ഉണ്ട്, OH- ഉണ്ട്. വെള്ളത്തിലെ H+ എന്ന് പറഞ്ഞവൻ H- കൂടെ ചേരും. അതോടുകൂടി ഇവരാരാവും? ഹൈഡ്രജൻ ഗ്യാസ് ആവും. ഇസ്ന്റ് ഇറ്റ്? അല്ലേ? പിന്നെ വെള്ളത്തിൽ ആരാളുള്ളത്? OH-. ഈ OH- Na+ന്റെ കൂടെ ചേർന്നാൽ അത് ആരായി മാറും? NaOH ആയി മാറും. അപ്പോൾ അയോണിക് ഹൈഡ്രൈഡ്സിലേക്ക് നിങ്ങൾ വെള്ളം ഒഴിച്ചാൽ എന്ത് കിട്ടും? കറസ്പോണ്ടിങ് മെറ്റൽ ഹൈഡ്രോക്സൈഡും കിട്ടും, ഒപ്പം ഹൈഡ്രജൻ ഗ്യാസിനെയും കിട്ടും. ഓക്കെ, നൗ ലെറ്റ് us ഡിസ്കസ് ദ നെക്സ്റ്റ് വൺ. അയോണിക് ഹൈഡ്രൈഡ്സിനെ പറ്റിയുള്ള അടുത്ത പോയിന്റ് എന്താണ് നോക്കുക. ഹിയർ യു ക്യാൻ സി ലിഥിയം ഹൈഡ്രൈഡ് ആൻഡ് ഓൾ. ലിഥിയം ഹൈഡ്രൈഡ് എന്ന് പറയുന്നത് അൺറിയാക്റ്റീവ് ആണെന്ന് പറയുന്നുണ്ട് അറ്റ് മോഡറേറ്റ് ടെമ്പറേച്ചർ വിത്ത് ഓക്സിജൻ ആൻഡ് ക്ലോറിൻ, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ് അതർ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്സ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ലിഥിയം ഹൈഡ്രൈഡ് അലുമിനിയം ക്ലോറൈഡുമായി റിയാക്ട് ചെയ്യുന്നു. Al2Cl6. ഇറ്റ്സ് എ ഡൈമർ ഓഫ് അലുമിനിയം ക്ലോറൈഡ്. അലുമിനിയം ക്ലോറൈഡ് AlCl3 ആണ്. അത് 2 യൂണിറ്റുകൾ അസോസിയേറ്റ് ചെയ്യുമ്പോഴാണ് Al2Cl6 ആയി മാറുന്നത്. ലിഥിയം ഹൈഡ്രൈഡ് അലുമിനിയം ക്ലോറൈഡുമായി റിയാക്ട് ചെയ്തിട്ട് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉണ്ടാവും. ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു റെഡ്യൂസിങ് ഏജൻ്റാണ് സാധനം. അത് നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി എടുക്കുമ്പോൾ കാണാം കേട്ടോ. അതേപോലെ തന്നെ ലിഥിയം ഹൈഡ്രൈഡ് ഡൈബൊറൈനുമായി റിയാക്ട് ചെയ്യും. എന്താ ഈ കോമ്പൗണ്ടിൻ്റെ പേര്? ഡൈബൊറൈൻ, B2H6. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു കോമ്പൗണ്ടാണ് ഡൈബൊറൈൻ. ഈ വർഷം തന്നെ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന യൂണിറ്റ് എടുക്കുന്ന സമയത്ത് ഡൈബൊറൈനെ പറ്റി വിശദമായി നിങ്ങൾ പഠിക്കും. തൽക്കാലം ഇത്ര മാത്രം കേൾക്കുക. ലിഥിയം ഹൈഡ്രൈഡ് ഡൈബൊറൈനുമായി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലിഥിയം ബോറോ ഹൈഡ്രൈഡ് എന്ന് പറയുന്ന ഒരു റെഡ്യൂസിങ് ഏജൻറ്റ് ഫോം ചെയ്യും. സോ മറ്റു ഹൈഡ്രൈഡുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലിഥിയം ഹൈഡ്രൈഡിനെ യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ മോഡറേറ്റ് ടെമ്പറേച്ചറിൽ പോലും ഇത് അന്തരീക്ഷത്തിലെ ഓക്സിജനായിട്ടും ക്ലോറിനായിട്ടൊന്നും ലിഥിയം ഹൈഡ്രൈഡ് എന്ത് ചെയ്യില്ല? റിയാക്ട് ചെയ്യില്ല.
So that's all about ionic hydrides. And now we are going to focus on covalent or molecular hydrides. നമ്മളിപ്പോൾ പീരിയോഡിക് ടേബിളിലെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് അല്ലേ മക്കളെ? എങ്കിൽ ഇനി നമുക്ക് പറയാനുള്ളത് ഹൈഡ്രജൻ നമ്മുടെ പി ബ്ലോക്ക് എലമെൻറ്റ്സുമായി കമ്പൈൻ ചെയ്യുന്ന കാര്യമാണ്. ഹൈഡ്രജൻ പി ബ്ലോക്ക് എലമെൻറ്റ്സുമായി കമ്പൈൻ ചെയ്യുന്ന കാര്യം. അതായത് ഗ്രൂപ്പ് എവിടെ മുതൽ? ഗ്രൂപ്പ് 13 ടു ഗ്രൂപ്പ് 17. 18 വരില്ല, കാരണം 18 ആരാ? നോബിൾ ഗ്യാസ് അല്ലേ, അപ്പോൾ 18 വരില്ല. അപ്പോൾ 13 ടു 17 ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തുണ്ടാക്കുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ കോവാലൻറ്റ് അല്ലെങ്കിൽ മോളിക്കുലാർ ഹൈഡ്രൈഡ്സ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ 14th ഗ്രൂപ്പിലെ കാർബണുമായി കമ്പൈൻ ചെയ്താൽ മീതെയിൻ, 15th ഗ്രൂപ്പിലെ നൈട്രജനുമായി കമ്പൈൻ ചെയ്താൽ അമോണിയ, 16th ഗ്രൂപ്പിലെ ഓക്സിജനുമായി കമ്പൈൻ ചെയ്താൽ വാട്ടർ, അതുപോലെ തന്നെ 17th ഗ്രൂപ്പിലെ ഫ്ലൂറിനുമായി കമ്പൈൻ ചെയ്താൽ HF പോലുള്ള ഒരുപാട് കോമ്പൗണ്ടുകളെ ഇവിടെ ഉണ്ടാക്കും. നമുക്കതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒന്ന് നോക്കിയാലോ കുട്ടികളെ? വേഗം നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവർ പൊതുവെ കോവാലൻറ്റ് നേച്ചറുള്ള ആൾക്കാരാണ്, വോളട്ടൈൽ കോമ്പൗണ്ട്സ് ആണ്. മീഥേൻ ഈസ് എ ഗ്യാസ്, അമോണിയ ഗ്യാസ്, വാട്ടർ പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യും. സോ വി ക്യാൻ കോൾ ദീസ് ആർ വോളട്ടൈൽ കോമ്പൗണ്ട്സ്. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് റിലേറ്റീവ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ബോൺസ് ഇൻ ദെയർ ലുവി സ്ട്രക്ചർ, ലുവി സ്ട്രക്ചർ പ്രകാരം നമുക്ക് ഈ പറഞ്ഞ കോവാലൻറ്റ് ഓർ മോളിക്കുലാർ ഹൈഡ്രൈഡുകളെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. വിച്ച് ആർ ദേ? ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഹൈഡ്രൈഡ്സ്. ദി സെക്കൻഡ് ഈസ് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്സ്. കണ്ടോ? ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്, ഇലക്ട്രോൺ പ്രിസൈസ് ആൻഡ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ്. എന്താണ് ഈ സംഭവം എന്നല്ലേ ഞാൻ വിശദീകരിക്കാം. നമ്മുടെ ബൊറൈൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട്, അതായത് ബോറോൺ ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്താൽ ആദ്യം ഉണ്ടാവുക BH3 ആണ് അല്ലേ മക്കളെ? BH3. ബോറോണിൻ്റെ സെൻട്രൽ ആറ്റം, ബോറോണാണ് സെൻട്രൽ ആറ്റം. ബോറോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണുള്ളത്. ഈ 3 ഇലക്ട്രോൺസും ഹൈഡ്രജനുമായി ബോണ്ട് ഉണ്ടാക്കുകയാണ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ബോറോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ആകെ 6 ഇലക്ട്രോൺസ് ഉണ്ട്. 6 ഇലക്ട്രോൺസ്. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എവിടുന്നെങ്കിലും 2 ഇലക്ട്രോണുകളെ കിട്ടണം. യെസ്, സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഹൈഡ്രൈഡ്സ്. അപ്പോൾ പീരിയോഡിക് ടേബിളിലെ 13ാമത്തെ ഗ്രൂപ്പുമായി ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തുണ്ടാക്കുന്ന കോമ്പൗണ്ടുകളെ നമ്മൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഹൈഡ്രൈഡ്സ് എന്ന് വിളിക്കും. അതായത് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഇനിയും 2 ഇലക്ട്രോണെ വേണം എന്നർത്ഥം. അതുകൊണ്ടാണ് കുട്ടികളെ BH3 എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഒരു സ്പെഷ്യൽ രീതിയിലൂടെ B2H6 എന്ന് പറയുന്ന സ്പീഷീസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവൻ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങൾ മനസ്സിലാക്കും. സോ നമുക്കതിലേക്ക് പിന്നീട് പി ബ്ലോക്ക് എടുക്കുന്ന സമയത്ത് വരാം. അപ്പോൾ ഗ്രൂപ്പ് 13 ഹൈഡ്രജൻ കമ്പൈൻ ചെയ്താൽ കിട്ടുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഹൈഡ്രൈഡ്സ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഗ്രൂപ്പ് 14 ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യണമെന്ന് വിചാരിക്കൂ. ഗ്രൂപ്പ് 14 ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആളാണ് മീതെയിൻ. മീതെയിനിലെ കാർബൺ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണുള്ളത്. ആ 4 ഇലക്ട്രോണുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ഏർപ്പെടും. ഇസ്ന്റ് ഇറ്റ്? അങ്ങനെ വരുമ്പോൾ കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ആകെ 8 ഇലക്ട്രോൺസ് ആയില്ലേ? അപ്പോൾ അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ലേ? സോ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്സ്. ഇലക്ട്രോൺ പ്രിസൈസ്, കൃത്യമായി ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന അർത്ഥത്തിൽ ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്സ് എന്ന് വിളിക്കും. റൈറ്റ്? അങ്ങനെയാണെങ്കിൽ മേക്ക് എ ഗസ്, വാട്ട് ഡു യു മീൻ ബൈ ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ്? അപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഹൈഡ്രൈഡ്സ് ആരായിരുന്നു? ഒക്ടറ്റ് കംപ്ലീറ്റ് ആവാത്തവർ. അപ്പോൾ ഇലക്ട്രോൺ പ്രിസൈസ് ആരാണ്? ഒക്ടറ്റ് കംപ്ലീറ്റ് ആയവർ. അപ്പോൾ ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഒക്ടറ്റ് മോളിക്യൂൾസ് ആണോ? നോ നോ നോ. അവരുടെയും ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിരിക്കും, പക്ഷേ അവരിൽ ലോൺ പെയർ ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് ഉണ്ടാകും. ഐ വിൽ ഷോ യു. ഗ്രൂപ്പ് 15 ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ കുട്ടികളെ, നൈട്രജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ 3 ഹൈഡ്രജനുമായി ബോണ്ട് ഉണ്ടാക്കിയാൽ 2 ഒരു ലോൺ പെയർ ആയിട്ട് എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും. നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്ക്. നൈട്രജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ആകെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2, 4, 6, 8. ബട്ട് ദർ ഇസ് എ ലോൺ പെയർ, isn't it? So we can call this as electron rich hydrides. ലോൺ പെയറുകളുണ്ട് എന്നുള്ളത് കൊണ്ട്. സിമിലർലി യു തിങ്ക് അബൌട്ട് വാട്ടർ. ഇൻ വാട്ടർ ഓക്സിജൻ ഈസ് ഹാവിങ് 6
valence electrons, of which 2 are participated in the bond formation. Right? അങ്ങനെയാണെങ്കിൽ ഓക്സിജനിൽ 2 ലോൺ പെയറുകൾ നിൽക്കുന്നില്ലേ? ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ലേ? പക്ഷേ ലോൺ പെയറുകൾ 2 ഉള്ളതിൻ്റെ പേരിൽ വി ആർ കോളിംഗ് ഇറ്റ് ആസ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ്. അപ്പോൾ 13th ഗ്രൂപ്പുമായിട്ടാണ് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഹൈഡ്രൈഡ്സ്. 14th ഗ്രൂപ്പുമായി കമ്പൈൻ ചെയ്താൽ ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്സ്. 15, 16, 17 ഈ 3 ഗ്രൂപ്പുകളുമായി ഹൈഡ്രജൻ കമ്പൈൻ ചെയ്താൽ കിട്ടുന്നത് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ്. അതിൽ തന്നെ നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഫ്ലൂറിനും അതേപോലെ തന്നെ ഓക്സിജനുമായിട്ടൊക്കെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ഏർപ്പെടുമ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ ബോണ്ട് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. യു നോ ദാറ്റ് ഹൈഡ്രജൻ ബോണ്ട് ഓർമ്മയുണ്ടാവുമല്ലോ. നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ഈ 3 ഇലക്ട്രോനെഗറ്റീവ് സ്പീഷീസുകളുടെ കൂടെ നിൽക്കുന്ന ഹൈഡ്രജൻ ബോണ്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള ഹൈഡ്രജനാണ്. അത് മറക്കരുത്. ഹൈഡ്രജൻ ബോണ്ടിനെ പറ്റിയെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ബട്ട് കീപ്പ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് നൈട്രജൻ, ഓക്സിജൻ ആസ് വെൽ ആസ് ഫ്ലൂറിൻ ആർ ഏബിൾ ടു ഫോം ഹൈഡ്രജൻ ബോണ്ട്സ്. അവർക്ക് അതിൻ്റെ മോളിക്യൂൾസ് പരസ്പരം ഹൈഡ്രജൻ ബോണ്ട് വഴി എന്ത് ചെയ്യും? അസോസിയേറ്റ് ചെയ്യും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്കുലാർ ഹൈഡ്രൈഡ്സ്. എങ്കിൽ നമുക്ക് ഇനി പ്രധാനമായിട്ടും നോക്കാനുള്ളത് ഇതിലെ 3ാമത്തെ കാറ്റഗറിയാണ്. ആൻഡ് ദ തേർഡ് കാറ്റഗറി ഈസ് വാട്ട് വി ആർ കോളിംഗ് ആസ് മെറ്റാലിക് ഓർ നോൺ സ്റ്റോഷ്യോമെട്രിക് ഓർ ഇൻറ്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പീരിയോഡിക് ടേബിളിൽ എസ് ബ്ലോക്ക് ഗ്രൂപ്പ് 1 and 2 അവർ അയോണിക് ഹൈഡ്രൈഡ്സ് ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഗ്രൂപ്പ് 13 to 17 കോവാലന്റ് ഓർ മോളിക്കുലാർ ഹൈഡ്രൈഡ്സ് ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് പീരിയോഡിക് ടേബിളിൽ പറയാനുള്ളത് ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് എന്ന ആ മിഡിൽ ഭാഗത്തുള്ള സെക്ഷൻ അല്ലേ? എങ്കിൽ അവർ ഉണ്ടാക്കുന്ന ഹൈഡ്രൈഡുകളെ വിളിക്കുന്ന പേരാണ് മെറ്റാലിക് ഓർ നോൺ സ്റ്റോഷ്യോമെട്രിക് ഓർ ഇൻറ്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മെറ്റാലിക്, നോൺ സ്റ്റോഷ്യോമെട്രിക് ഓർ ഇൻറ്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സ്. കുട്ടികളെ ശ്രദ്ധിച്ച് കേട്ടോളൂ പറയുന്നത്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിൽ എല്ലാ ഗ്രൂപ്പുകളും ഹൈഡ്രജനുമായി ചേർന്ന്, എല്ലാ ഗ്രൂപ്പിലെയും എലമെൻറ്റുകൾ ഹൈഡ്രജനുമായി ചേർന്ന് ഹൈഡ്രൈഡുകളെ ഉണ്ടാക്കും. എല്ലാ ഗ്രൂപ്പിലെയും എലമെൻറ്റുകൾ ഹൈഡ്രജനുമായി ചേർന്ന് ഹൈഡ്രൈഡുകളെ ഉണ്ടാക്കും. പക്ഷേ ഗ്രൂപ്പ് 7, 8, 9 ഈ 3 ഗ്രൂപ്പുകളിൽപ്പെട്ട ഒരൊറ്റ എലമെൻറ്റ് പോലും ഹൈഡ്രജനുമായി കൂടിച്ചേർന്ന് ഹൈഡ്രൈഡുകളെ ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ ഈ 3 ഗ്രൂപ്പുകളെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഓർമ്മയുണ്ടോ എന്നറിയില്ല. ദ നെയിം ഈസ് നോൺ ആസ് ഹൈഡ്രൈഡ് ഗ്യാപ്പ്. എന്താ വിളിക്കുക? ഹൈഡ്രൈഡ് ഗ്യാപ്പ് ഇൻ പീരിയോഡിക് ടേബിൾ. ആൻഡ് വൈ വി ആർ കോളിംഗ് ഇറ്റ് ആസ് ഹൈഡ്രൈഡ് ഗ്യാപ്പ് ഇൻ പീരിയോഡിക് ടേബിൾ? നിങ്ങൾ ഈ കാണുന്ന ഒരു പീരിയോഡിക് ടേബിൾ ആണെന്ന് വിചാരിച്ചോ? എങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പുകാരൻ, സെക്കൻഡ് ഗ്രൂപ്പുകാരൻ, 3rd, 4th, 5, 6 അത്രയും ഗ്രൂപ്പിൽപ്പെട്ട എലമെൻറ്റുകൾ ഹൈഡ്രജനുമായി ചേർന്ന് ഹൈഡ്രൈഡുകൾ ഉണ്ടാക്കും. പക്ഷെ 7, 8, 9 ഒരൊറ്റ എലമെൻറ്റ് പോലും ഹൈഡ്രൈഡിന് ഉണ്ടാക്കില്ല. റൈറ്റ്? അത് കഴിഞ്ഞ് 10, 11, 12, 13, 14, 15, 16, 17 വരെയുള്ള എലമെൻറ്റുകളെല്ലാം ഹൈഡ്രജനുമായി കൂടി ചേർന്ന് ഹൈഡ്രൈഡുകൾ ഉണ്ടാക്കും. അപ്പോൾ മൊത്തം പീരിയോഡിക് ടേബിളിനെ വ്യൂ ചെയ്താൽ ഈ 7, 8, 9 എന്ന് പറയുന്ന 3 ഗ്രൂപ്പുകൾ അവരല്ലേ ഹൈഡ്രൈഡിനെ ഉണ്ടാക്കാത്തവരുള്ളൂ. ദാറ്റ്സ് വൈ വി ആർ കോളിംഗ് ഇറ്റ് ആസ് ഹൈഡ്രൈഡ് ഗ്യാപ്പ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹൈഡ്രൈഡ് ഗ്യാപ്പ് ഇൻ ദ പീരിയോഡിക് ടേബിൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അവർ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഗ്രൂപ്പ് 6ൽ ദ ഓൺലി എലമെൻറ്റ് വിച്ച് കമ്പൈൻസ് വിത്ത് ഹൈഡ്രജൻ ഈസ് ക്രോമിയം. പക്ഷെ ഒരാളെങ്കിലും ഉണ്ടല്ലോ. ഗ്രൂപ്പ് 6ലെ ഹൈഡ്രജനുമായി കൂടിച്ചേർന്ന് ഹൈഡ്രൈഡൻ ഉണ്ടാക്കുന്ന ഏക എലമെൻ്റ് ആരാണ്? ക്രോമിയം. മറക്കരുത് കേട്ടോ, ക്രോമിയം ഈസ് ദ ഓൺലി എലമെൻറ്റ് ഇൻ ഗ്രൂപ്പ് 6 വിച്ച് കമ്പൈൻസ് വിത്ത് ഹൈഡ്രജൻ ടു ഫോം ഹൈഡ്രൈഡ്. ഓർത്ത് വെച്ചോളൂ. ദെൻ അടുത്തത് ഇവരുടെ പ്രോപ്പർട്ടീസ്. യു ക്യാൻ സീ ദേ വിൽ കണ്ടക്ട് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അവർ നന്നായിട്ട് കറണ്ട് കടത്തിവിടും, ചൂട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും, ഒക്കെ ചെയ്യും. പക്ഷേ നോട്ട് ആസ് എഫിഷ്യൻ്റ്ലി ആസ് ദെയർ പാരന്റ് മെറ്റൽസ് ഡു. അതായത് ക്രോമിയം കറണ്ട് കടത്തി വിടുന്ന പോലെ ഒരിക്കലും ക്രോമിയം ഹൈഡ്രൈഡ് കറണ്ട് കടത്തി വിടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. സിമിലർലി അവരുടെ മറ്റു പ്രോപ്പർട്ടീസ് കാണാം. ദേ ആർ നോൺ സ്റ്റോഷ്യോമെട്രിക്. അവർ നോൺ സ്റ്റോഷ്യോമെട്രിക് ആണത്രേ. ആൻഡ് വൈ ദേ ആർ നോൺ സ്റ്റോഷ്യോമെട്രിക്?
ഈ കോമ്പൗണ്ടുകൾ ആരും ലോ ഓഫ് കോൺസ്റ്റന്റ് കമ്പോസിഷൻ ഒബേ ചെയ്യുന്നില്ല. നമ്മുടെ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലാണ് നമ്മൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റന്റ് കമ്പോസിഷൻ പഠിച്ചത്. അതായത് ഒരു കോമ്പൗണ്ട് എങ്ങനെ ഉണ്ടായാലും അതിനകത്ത് കമ്പൈൻ ചെയ്യുന്ന എലമെൻറ്റുകളുടെ മാസുകൾ തമ്മിൽ എപ്പോഴും ഒരു ഫിക്സഡ് റേഷ്യോ ഉണ്ടായിരിക്കും, അതൊരിക്കലും മാറില്ല എന്നാണ് ലോ ഓഫ് കോൺസ്റ്റന്റ് കമ്പോസിഷൻ. നിങ്ങൾ ഇവിടുത്തെ എക്സാമ്പിൾസ് നോക്കിയ കുട്ടികളെ, ടൈറ്റാനിയം ഹൈഡ്രൈഡ് ഒരു എക്സാമ്പിളാണ്. ടൈറ്റാനിയം H1.5 to 1.8. അപ്പോൾ ടൈറ്റാനിയം ഹൈഡ്രൈഡിനെ നിങ്ങൾ ഉണ്ടാക്കിയാൽ അതിൻ്റെ ഫോർമുല TiH1.5 ആവാം, TiH1.6 ആവാം, TiH1.7 ആവാം, TiH1.8 ആവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റന്റ് കമ്പോസിഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഒബേ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഈ ഹൈഡ്രൈഡുകളെ നമ്മൾ നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ്സ് എന്ന് പേര് വിളിക്കുന്നത്. നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ്സ്. നൗ എന്തുകൊണ്ടാണ് ഇവരെ നമ്മൾ ഇൻറ്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സ് എന്ന പേര് വിളിക്കുന്നത്? ഇൻറ്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സ് കുട്ടികളെ, ഇതിനെക്കുറിച്ച് പറയുന്നത് ഡി ബ്ലോക്കും എഫ് ബ്ലോക്കും ഒക്കെ ഈ ഹൈഡ്രൈഡ് ഫോർമേഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അതിലവർ പറയുന്ന കാര്യം, ഇവിടെ ഹൈഡ്രൈഡ് ഫോർമേഷൻ നടക്കുന്ന സമയത്ത് H മൈനസുകൾ, അതായത് ഹൈഡ്രൈഡ് അയോൺസ് മെറ്റലിൻ്റെ ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും, എന്താണ് ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്? കുട്ടികളെ, മെറ്റൽ പാർട്ടിക്കിൾസ് ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മൾ ആ സ്ഥലങ്ങളെ വിളിക്കുന്ന പേര് ലാറ്റിസ് സൈറ്റ് എന്നാണ്. ലാറ്റിസ് സൈറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഈ കൈ ഇമാജിൻ ചെയ്താൽ എൻ്റെ ഓരോ വിരലുകളും ഈ പറഞ്ഞ ലാറ്റിസ് സൈറ്റിലാണെന്ന് കൂട്ടിക്കൊള്ളൂ. അപ്പോൾ എൻ്റെ ഈ വിരലുകളുടെ സ്ഥലത്താണ് ആരിയ്ക്കുക? മെറ്റൽ പാർട്ടിക്കിൾസ് ഇരിക്കുക. അപ്പോൾ ചോദിക്കും, അപ്പോൾ എന്താണ് ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്? ഈ വിരലുകൾക്ക് ഇടയിലുള്ള സ്ഥലമല്ലേ കുട്ടികളെ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ലാറ്റിസ് സൈറ്റുകൾക്ക് ഇടയിലുള്ള സ്ഥലം. ഈ ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റുകളിലാണ് ആര് കയറിയിരിക്കുന്നത്? ഹൈഡ്രജൻ കയറിയിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും, അതുകൊണ്ട് എന്താ പ്രത്യേകത? ദാറ്റ്സ് വൈ വി ആർ കോളിംഗ് ഇറ്റ് ആസ് ഇൻറ്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ഇൻറ്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സ് എന്ന് വിളിക്കുന്നത്. അതിൽ തന്നെ അവർ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. യു ക്യാൻ സീ ഹിയർ. നോക്കൂ, ഈ ഇൻറ്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സിനെ പറ്റി അവർ പറയുന്ന കാര്യം ഇതാണ്. സാധാരണഗതിയിൽ മെറ്റലിനൊരു സ്ട്രക്ചർ ഉണ്ടാവും, ഒരു ഘടനയുണ്ടാവും. ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റുകളിലായിട്ട് ഈ ഹൈഡ്രൈഡ് അയോൺസ് കയറി വന്നിരിക്കുമ്പോൾ അതിൻ്റെ ആ ഘടനയിൽ മാറ്റം വരും. ഫോർ എക്സാമ്പിൾ, ഇതാണ് ലാറ്റിസ് സൈറ്റ്സ്. ഇവിടെയാണ് മെറ്റൽ ഇരിക്കുന്നത്. ഇതിനിടയിലേക്ക് ഹൈഡ്രൈഡ് അയോൺസ് കയറിയിരിക്കുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ ഈ ഘടനയിൽ കുറേ മാറ്റങ്ങൾ വരും. സോ ഞാൻ ആ മാറ്റങ്ങൾ ഇങ്ങനെ കാണിക്കുന്നു. ഓക്കെ, ഇങ്ങനെ മാറ്റം വരും. അപ്പോൾ പാരൻറ്റ് മെറ്റലിൻ്റെ സ്ട്രക്ചർ എന്തായിരുന്നു? ഇത്. അത് ഹൈഡ്രൈഡായി മാറിയപ്പോഴുള്ള അതിൻ്റെ ഘടന എന്താണ്? ഇത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ബട്ട് 4 ആളുകൾ, ആരൊക്കെയാണ് 4 ആളുകൾ? കൃത്യമായിട്ട് ആ 4 ആളുകളെ ഇവിടെ പറയുന്നുണ്ട്. നിക്കൽ, പെല്ലഡിയം, സീറിയം ആൻഡ് ആക്ടീനിയം. ഈ 4 മെറ്റലുകളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പാരൻറ്റ് മെറ്റലിൻ്റെ സ്ട്രക്ചർ എന്താണോ അത് തന്നെയാണ് ഇവരുടെ ഹൈഡ്രൈഡുകളുടെ സ്ട്രക്ചറും. സോ ഈ 4 പേർക്ക് ഇതാണ് അവരുടെ പാരൻറ്റ് മെറ്റലിൻ്റെ സ്ട്രക്ചറെങ്കിൽ ഇവർ ഹൈഡ്രൈഡായി മാറിയാലും സ്ട്രക്ചർ ഇത് തന്നെ, ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഹൈഡ്രൈഡ്സ്, വാട്ട് വി ആർ കോളിംഗ് ആസ് നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ്സ് ഓർ ഇൻറ്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സ് ഓർ മെറ്റാലിക് ഹൈഡ്രൈഡ്സ്. നൗ നമുക്കിവിടെ പറയാനുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് എലമെൻറ്റുകൾക്ക് ഹൈഡ്രജനെ തൻ്റെ സർഫസിൽ അഡ്സോർബ് ചെയ്യാൻ, അതിൻ്റെ സർഫസിൽ പിടിച്ചിരുത്താനായിട്ടുള്ളൊരു കഴിവുണ്ട്. നമ്മളതിനെ ഒക്ലൂഷൻ എന്നാണ് പറയുക. ഒക്ലൂഷൻ. സോ വാട്ട് ഈസ് മെൻ ബൈ ഒക്ലൂഷൻ? ഒക്ലൂഷൻ ഈസ് എ പ്രോപ്പർട്ടി ഇൻ വിച്ച് certain metals are absorbing gases on their surface. ഉള്ളിലേക്ക് വലിച്ചെടുക്കില്ല, സർഫസിൽ പിടിച്ചിരുത്തും. അങ്ങനെ ഗ്യാസുകളെ ഒക്ലൂഡ് ചെയ്യാനായിട്ട്, ഹൈഡ്രജൻ ഗ്യാസിനെ ഒക്ലൂഡ് ചെയ്യാനായിട്ടുള്ള കഴിവ് നമ്മുടെ ഈ മെറ്റൽസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജനെ സ്റ്റോർ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഈ മെറ്റൽ സർഫസുകളെ എന്ത് ചെയ്യാം? ഉപയോഗിക്കാം എന്നാണ് ഇവരിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്
ഹൈഡ്രൈഡ്സ്. ഇത്രയുമാണ് ഹൈഡ്രൈഡുകളെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഹൈഡ്രൈഡ് വളരെ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഹൈഡ്രജൻ എന്ന ടോപ്പിക്ക് കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ ടോപ്പിക്കും അവസാനിക്കുകയാണ്, ആൻഡ് ദാറ്റ് ഈസ് ഹൈഡ്രൈഡ്സ്. ഇനി നമുക്ക് ഈ യൂണിറ്റിൽ നോക്കാനുള്ളത് വാട്ടറിനെ പറ്റിയാണ്. സോ ലെറ്റ് us ഡിസ്കസ് അബൌട്ട് വാട്ടർ. സോ നമുക്കിനി നോക്കാനുള്ളത് വാട്ടറിനെ പറ്റിയാണ്. വാട്ടറിനെ കുറിച്ച് കെമിക്കൽ ബോണ്ടിങ്ങിലൊക്കെ കുറച്ച് കേട്ടതാണ്, എങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് വാട്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന്. ഇനീഷ്യലി പറഞ്ഞിരിക്കുന്നത് ഹ്യൂമൻ ബോഡിയിലെ 65%, അതുപോലെ തന്നെ ചില ചെടികളിൽ 95% ഒക്കെ വെള്ളമാണ്. വെള്ളം എന്ന് പറയുന്നത് എവിടെയൊക്കെ ഏതൊക്കെയാണ് സോഴ്സസ്, ഓഷ്യൻസിൽ എത്ര ശതമാനം വെള്ളം ഉണ്ട് എന്നൊക്കെയുള്ള കൺസെപ്റ്റ് കൊടുത്തിരിക്കുന്നു. ദെൻ കംസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. നമ്മുടെ വെള്ളത്തിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, നിറമില്ല, ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ പ്രോപ്പർട്ടീസ്. പിന്നെ ഒരുപാട് പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട്, അതൊരു ടേബിൾ അനാലിസിസിലൂടെ നമുക്ക് പഠിക്കാം. പക്ഷേ അവരിവിടെ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളുണ്ട്. അത് നോക്കിയതിന് ശേഷം നമുക്ക് ടേബിൾ അനാലിസിസിലൂടെ വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. The unusual properties of water in condensed phase are due to the presence of extensive hydrogen bonds between water molecules. വാട്ടർ മോളിക്യൂൾസിൽ നിങ്ങൾക്കറിയാം, വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടുകളുണ്ട്. ഡോണ്ട് യു റിമെമ്പർ ദാറ്റ്? ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. അത് കാരണം കൊണ്ട് വെള്ളത്തിന് ഒരുപാട് പ്രോപ്പർട്ടീസ് വരും എന്നാണ് പറയുന്നത്. വെള്ളത്തിൻ്റെ ഹൈ ഫ്രീസിങ് പോയിൻറ്റ്, ഹൈ ബോയിലിംഗ് പോയിൻറ്റ്, അതേപോലെ തന്നെ ഹൈ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, ഹൈ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, ഇതൊക്കെ ഹൈഡ്രജൻ സൾഫൈഡിനേക്കാളും ഹൈഡ്രജൻ സെലിനൈഡിനേക്കാളും ആ ഗ്രൂപ്പിലെ മറ്റു മെമ്പേഴ്സാണ്. ഓക്സിജൻ ഫാമിലിയിലെ ഹൈഡ്രൈഡുകളാണ്. ആരൊക്കെ? ഹൈഡ്രജൻ സൾഫൈഡും ഹൈഡ്രജൻ സെലിനൈഡും. ഇവരെക്കാളൊക്കെ വളരെയധികം കൂടി നിൽക്കുന്നതിൻ്റെ പിന്നിലെ കാരണം വാട്ടറിനകത്ത് കണ്ടുവരുന്ന എക്സ്റ്റെൻസീവ് ഹൈഡ്രജൻ ബോണ്ട്സ് ആണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ വാട്ടറിന് ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അതുകൊണ്ട് തന്നെ എത്ര വലിയ തോതിൽ വേണമെങ്കിലും ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ വെള്ളത്തിന് പറ്റും. അതേപോലെ തെർമൽ കണ്ടക്ടിവിറ്റി, സർഫസ് ടെൻഷൻ, ഡൈപോൾ മൊമെൻറ്റ്, ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്, ഇങ്ങനെയുള്ള എല്ലാ പ്രോപ്പർട്ടീസും വാട്ടറിന് വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇവിടെ വളരെ ഫേമസ് ആയൊരു ചോദ്യം എന്ന് പറയുന്നത് H2S, നമ്മുടെ ഹൈഡ്രജൻ സൾഫൈഡ്. ഹൈഡ്രജൻ സൾഫൈഡ് ഈസ് എ ഗ്യാസ് അറ്റ് റൂം ടെമ്പറേച്ചർ വൈൽ വാട്ടർ ഈസ് എ ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ വൈ എന്നൊരു ചോദ്യമുണ്ട്. കെമിക്കൽ ബോണ്ടിങ്ങിൽ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ ചോദ്യം. ഹൈഡ്രജൻ സൾഫൈഡ് ഈസ് എ ഗ്യാസ് അറ്റ് റൂം ടെമ്പറേച്ചർ വൈൽ H2O വാട്ടർ ഈസ് എ ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ വൈ. ഉത്തരം വളരെ സിമ്പിളാണ്. ഹൈഡ്രജൻ സൾഫൈഡിൽ നമ്മുടെ ഡൈപോൾ ഇൻ്ററാക്ഷനാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഡൈപോൾ ഇൻ്ററാക്ഷൻ. പക്ഷെ വാട്ടറിൽ മോളിക്യൂൾസ് തമ്മിൽ കണ്ടുവരുന്നത് ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടാണ്. ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. ഈ ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഡൈപോൾ ഇൻ്ററാക്ഷനേക്കാളൊക്കെ അതിശക്തനാണ്. അതുകൊണ്ടാണ് റൂം ടെമ്പറേച്ചറിൽ H2O ഒരു ലിക്വിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതും അതേസമയം H2S ഒരു ഗ്യാസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ ഓർത്ത് വെച്ചോളൂ കേട്ടോ, ഇറ്റ്സ് എ വെരി ഫേമസ് ബോർഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ. നൗ ഞാൻ നിങ്ങളോട് പറഞ്ഞു വെള്ളത്തിൻ്റെ മറ്റു പ്രോപ്പർട്ടീസിലേക്ക് നമുക്കൊന്ന് കടക്കണം എന്ന് പറഞ്ഞു. വാട്ടറിൻ്റെ മറ്റു പ്രോപ്പർട്ടീസാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്, ആൻഡ് ദാറ്റ് ഈസ് ആൻ അനാലിസിസ് ഓഫ് ദിസ് ടേബിൾ. ഇതേപോലെ നമ്മൾ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളെ പറ്റി ഒരു ടേബിൾ അനാലിസിസ് നടത്തിയതാണ്. ഇപ്രാവശ്യം ഇവിടെ അനലൈസ് ചെയ്യുന്നത് വാട്ടറും ഹെവി വാട്ടറുമാണ്. വാട്ടർ ആസ് വെൽ ആസ് ഹെവി വാട്ടർ. You can see heavy water is nothing but D2O. ഏതൊരു പ്രോപ്പർട്ടിയും, മോളിക്കുലാർ മാസ് ആവട്ടെ, മെൽറ്റിംഗ് പോയിൻ്റ് ആവട്ടെ, ബോയിലിംഗ് പോയിൻ്റ് ആവട്ടെ, ഏതൊരു പ്രോപ്പർട്ടി എടുത്താലും അത് വെള്ളത്തിനേക്കാൾ കൂടുതലാണ് ഹെവി വാട്ടറിന്. ശരിയല്ലേ? നമുക്ക് വെള്ളത്തിനേക്കാൾ കൂടുതലാണ് ഹെവി വാട്ടറിന്. അപ്പോൾ കുറേ പേർക്ക് തോന്നും, സർ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ വെള്ളത്തേക്കാൾ കുറവല്ലേ ഹെവി വാട്ടറിനെന്ന്? അല്ല, കൂടുതലാണ്. ഈ നെഗറ്റീവിൻ്റെ അർത്ഥം എമിഷൻ നടക്കുന്നു എന്നാണ്, റിലീസ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ വാട്ടർ ഫോം ചെയ്യുന്ന സമയത്ത് 285.9 ആണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ ഹെവി വാട്ടർ ഫോം ചെയ്യുന്ന സമയത്ത് 294.6 ആണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ വാട്ടറിനേക്കാൾ കൂടുതൽ തന്നെയാണ് ഹെവി വാട്ടറിന്. അതേപോലെ ഏത് പ്രോപ്പർട്ടി എടുത്താലും വെള്ളത്തേക്കാൾ കൂടുതലാണ് ആർക്കുള്ളത്? ഹെവി വാട്ടറിനുള്ളത്.
You can see all the properties like molecular mass, melting point, boiling point, enthalpy of formation, enthalpy of vaporization, enthalpy of fusion, temperature of at which it shows maximum density and all. ഏതൊരു പ്രോപ്പർട്ടി എടുത്താലും വെള്ളത്തേക്കാൾ കൂടുതലാണ് ഹെവി വാട്ടറിന്, എക്സെപ്റ്റ് ഒരെണ്ണം ഒഴികെ. വിച്ച് ഈസ് ദ വൺ? ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഈ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് രണ്ട് പോയിൻ്റ് ചാർജുകൾക്കിടയിലുള്ള കൂളംബിക് ഫോഴ്സ് ഇല്ലേ, അതിനെ എഫക്റ്റ് ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയാണ്. അതെന്താണെന്നുള്ളത് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ നിങ്ങൾ കണ്ടു കാണും. സോഡിയം ക്ലോറൈഡിനെ വെള്ളത്തിൽ കലക്കിയപ്പോൾ സോഡിയം ക്ലോറൈഡ് പെട്ടെന്ന് അലിഞ്ഞു പോകാനുള്ള റീസണുകളിൽ ഒന്ന് വെള്ളത്തിൻ്റെ ഹൈ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്. അവിടെ വെള്ളത്തിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് പറയുന്നത് 80 എന്നാണ്. അത് അപ്രോക്സിമേറ്റ് ചെയ്ത് പറയുന്നതാണ് 80. അതേസമയം എക്സാക്ട്ലി ദ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് വാല്യൂ ഓഫ് വാട്ടർ ഈസ് 78.39. അപ്പോൾ അറിഞ്ഞിരുന്നാൽ മതി, അത് ഫിസിക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. രണ്ട് പോയിൻ്റ് ചാർജുകൾക്കിടയിലുള്ള കൂളംബിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഏതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടി കൺസിഡർ ചെയ്താലും വെള്ളത്തേക്കാൾ കൂടുതൽ ഹെവി വാട്ടറിന്, എക്സെപ്റ്റ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് മാത്രം വെള്ളത്തേക്കാൾ കുറവാണ് ആർക്ക് വരുന്നത്? ഹെവി വാട്ടറിന് വരുന്നത്. ഓക്കെ, നൗ ലെറ്റ് us discuss the next part. നമ്മളങ്ങനെ വെള്ളവും ഹെവി വാട്ടറും തമ്മിലുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ കമ്പാരിസൺ കഴിഞ്ഞ് യു ക്യാൻ സീ വാട്ടർ ഇസ് ആക്ടിങ് ആസ് എ ഗുഡ് സോൾവെൻറ്റ്. അതിനെക്കുറിച്ചാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. വെള്ളം ഒരു ഗുഡ് സോൾവെൻ്റ് ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പല തരത്തിലുള്ള കോമ്പൗണ്ടുകൾ വെള്ളത്തിൽ എന്ത് ചെയ്യുന്നതായി കാണാൻ പറ്റുന്നു? ഡിസോൾവ് ചെയ്യുന്നതായി കാണാൻ പറ്റുന്നു. ഇസ്ൻ്റ് ഇറ്റ്? പലതരത്തിലുള്ള കോമ്പൗണ്ടുകൾ. അപ്പോൾ ചോദ്യം, വെള്ളത്തിൽ എന്തുകൊണ്ടാണ് ഇത്രമാത്രം കോമ്പൗണ്ടുകൾ ഡിസോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനൊരു പ്രധാനപ്പെട്ട റീസണായിട്ട് പറയുന്നത് വെള്ളത്തിന് അയോണിക് കോമ്പൗണ്ടുകളെ ഡിസോൾവ് ചെയ്യാൻ സാധിക്കുന്നത് വെള്ളത്തിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് വളരെ കൂടിയതുകൊണ്ടാണ്. അപ്പോൾ അയോണിക് കോമ്പൗണ്ടുകൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്? വെള്ളത്തിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടുതലാണ് എന്നുള്ളതാണ്. അതേസമയം കോവാലൻ കോമ്പൗണ്ടുകളും വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ്, അത് അയോണിക് അല്ലല്ലോ. യൂറിയ അയോണിക് അല്ലല്ലോ. എത്തനോൾ അയോണിക് അല്ലല്ലോ. പക്ഷെ അവരും വെള്ളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസോൾവ് ചെയ്യുന്നുണ്ട്. അവരെന്താ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാൻ കാരണം? അതിൻ്റെ റീസൺ പറയുന്നത് വെള്ളത്തിന് ആ കോമ്പൗണ്ടുമായി ഹൈഡ്രജൻ ബോണ്ട് വഴി അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ആ കോമ്പൗണ്ടുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് വഴി അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് അത്രേ കോവാലൻ കോമ്പൗണ്ടുകളിൽ പലതും വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ നൗ. നൗ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്ട്രക്ചർ ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയാണ് പറയുന്നത്. ഇത് നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ച അതേ സംഗതി തന്നെയാണ്. സെൻട്രൽ ആറ്റമായ ഓക്സിജൻ്റെ ഹൈബ്രിഡൈസേഷൻ ഏതാണ്? sp3. ഓർമ്മയുണ്ടല്ലോ, sp3. പക്ഷേ sp3 ആണെങ്കിലും അതിലെ 4 ഹൈബ്രിഡ് ഓർബിറ്റലുകളിൽ 2 എണ്ണത്തിൽ ലോൺ പെയറുകൾ നിൽക്കും. 2 എണ്ണത്തിൽ ലോൺ പെയർ നിൽക്കും. അപ്പോൾ ബാക്കിയുള്ളത് ഇത് രണ്ടുമാണ് ബോണ്ട് പെയർ. കാരണം അവിടെയാണ് ഹൈഡ്രജൻ വന്ന് ബോണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ സെൻട്രൽ ആറ്റം sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിലും ഷേപ്പ് ടെട്രാഹൈഡ്രൽ അല്ല, ഷേപ്പ് ബെൻഡ് ഷേപ്പ് എന്നാണ് പറയുന്നത്. ബെൻഡ് ഷേപ്പ്, നമ്മൾ ഇൻവേർട്ടഡ് വി ടൈപ്പ് ഷേപ്പാണ് വാട്ടർ മോളിക്യൂൾസിന് ഉണ്ടാവുക. ഇനി ചോദ്യം, വാട്ട് ഈസ് എ ബോണ്ട് ആംഗിൾ എന്നുള്ളതാണ്. യു നോ ദ ബോണ്ട് ആംഗിൾ. സാധാരണഗതിയിൽ sp3 ഹൈബ്രിഡൈസേഷൻ വരുന്ന സമയത്ത് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 109 ഡിഗ്രി 28 മിനിറ്റ്സ് ആണ്. 109 ഡിഗ്രി 28 മിനിറ്റ്സ് അല്ലേ ടെട്രാഹൈഡ്രൽ ബോണ്ട് ആംഗിൾ. പക്ഷേ വാട്ടറിലെ ബോണ്ട് ആംഗിൾ 104.5 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് ദർ ഇസ് എ ഡിക്രീസ് ഓഫ് 5 ഡിഗ്രി ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് 2 ലോൺ പെയേഴ്സ്. ഓരോ ലോൺ പെയർ വരുമ്പോഴും ബോണ്ട് ആംഗിൾ 2.5 ഡിഗ്രി കുറയും. അപ്പോൾ 2 ലോൺ പെയർ വന്നപ്പോൾ ബോണ്ട് ആംഗിൾ 5 ഡിഗ്രി കുറഞ്ഞു. 109.5 നിന്നും 5 ഡിഗ്രി കുറഞ്ഞാൽ 104.5 degree. Okay, so as per the VSC pair theory, lone pair repulsion which will affects the bond pair so that the bonds will shrink, right? As a result, the bond angle will be reduced. അതാണ് ഇതിൻ്റെ കാരണമായി പറയുന്നത്. Now, water possesses a dipole moment. You know it well. That means this OH bond. ഇതിൽ ഓക്സിജൻ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഓക്സിജൻ ഈ ബോണ്ടിനെ പിടിച്ച് വലിക്കും. അപ്പോൾ ഓക്സിജൻ്റെ മുകളിൽ ഒരു ഡെൽറ്റ നെഗറ്റീവ്, ഹൈഡ്രജന് മുകളിൽ ഒരു ചെറിയ പോസിറ്റീവ് ചാർജ്, ഡെൽറ്റ പോസിറ്റീവ്. സിമിലർലി ഈ ബോണ്ടിലും ഒരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ടായിരിക്കും.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈഡ്രജൻ മോളിൽ ഡെൽറ്റ പോസിറ്റീവ്, ഇവിടെ ഒരു ഡെൽറ്റ നെഗറ്റീവ്, അത് രണ്ടും ചേർന്നിട്ടാണ് 2 ഡെൽറ്റ നെഗറ്റീവ് എന്ന് കാണിച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വാട്ടർ മോളിക്യൂൾ. വാട്ടർ മോളിക്യൂളിൻ്റെ സ്ട്രക്ചറിനെ പറ്റി ഞാൻ പറഞ്ഞു. ഓക്കെ, സോ നമ്മളെ സംബന്ധിച്ച് ഇനി വാട്ടറിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ചില പോയിന്റുകൾ കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറഞ്ഞു ലിക്വിഡ് വാട്ടർ മോളിക്യൂൾസിനകത്ത് ഹൈഡ്രജൻ ബോണ്ട് വഴിയുള്ള വലിയ തോതിലുള്ള അസോസിയേഷൻ ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്കിവിടെ ക്രിസ്റ്റലൈൻ ഫോം ഓഫ് വാട്ടർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിനെ നമ്മൾ ഐസ് എന്നാണ് പറയുന്നത്. ഈ ഐസിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് വെള്ളം ഐസായി മാറുന്നതെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിനെ ഹെക്സഗണൽ ഫോം എന്നാണ് നമ്മൾ പറയുക. ഹെക്സഗണൽ ഫോം. നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ സോളിഡ് സ്റ്റേറ്റ് എടുക്കുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എ ക്ലിയർ പിക്ചർ വാട്ട് ഈസ് ഇൻ ബൈ ദിസ് ഹെക്സഗണൽ ഫോം. പി ബ്ലോക്ക് എടുക്കുമ്പോൾ ഗ്രാഫൈറ്റിനെ കുറിച്ചും പഠിക്കും. ഗ്രാഫൈറ്റ് പോസസ് ഹെക്സഗണൽ ഷീറ്റ് ലൈക്ക് സ്ട്രക്ചർ എന്നൊക്കെ. അപ്പോൾ ഹെക്സഗണൽ ഫോമിലാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വെള്ളം ക്രിസ്റ്റലൈസ് ചെയ്ത് ഐസായി മാറുമ്പോൾ സംഭവിക്കുക. അതേസമയം വളരെ ലോ പ്രഷറിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഇത് ക്യൂബിക് ഫോമിലാണ് എന്ത് ചെയ്യുക, ക്രിസ്റ്റലൈസ് ചെയ്യുക എന്നും പറയുന്നുണ്ട്. അപ്പോൾ അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഐസ് ക്രിസ്റ്റലൈസസ് ഇൻ ഹെക്സഗണൽ ഫോം, ബട്ട് അറ്റ് വെരി ലോ ടെമ്പറേച്ചർ ഇറ്റ് കണ്ടൻസസ് ടു ക്യൂബിക് ഫോം. ഓർത്ത് വെച്ചോളൂ. അതേപോലെ തന്നെ വാട്ട് അബൌട്ട് ഡെൻസിറ്റി ഓഫ് ഐസ്? യു നോ ദാറ്റ് സാധാരണഗതിയിൽ നമ്മൾ പറയും സോളിഡിനാണ് ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ, ലിക്വിഡിന് ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ വെള്ളത്തിനാണോ ഐസിനാണോ ഡെൻസിറ്റി കൂടുതൽ? ഞാൻ പറഞ്ഞ പ്രകാരം സോളിഡിനായിരിക്കണം ഡെൻസിറ്റി കൂടുതൽ. പക്ഷേ ഐസിൻ്റെ ഡെൻസിറ്റി വെള്ളത്തേക്കാൾ കുറവാണ്. അതുകൊണ്ടാണ് ഐസ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നത്. ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് നിങ്ങൾ വെള്ളത്തിലിട്ട് നോക്കി നോക്കൂ, സ്വാഭാവികമായിട്ടും ഈ ഐസ് ക്യൂബ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യും. റൈറ്റ്? ദാറ്റ് മീൻസ് ഐസിൻ്റെ ഡെൻസിറ്റി വെള്ളത്തിനേക്കാൾ കുറവാണ്. അപ്പോൾ ചോദിക്കും അതിനെന്താ കാരണം? കുട്ടികളെ, ഏതൊരു ലിക്വിഡും സോളിഡായി മാറുന്ന സമയത്ത് പാർട്ടിക്കിൾസ് അടുത്തടുത്ത് വരാണ് ചെയ്യുക. അപ്പോൾ വോളിയം കുറയും, ഡെൻസിറ്റി കൂടും. പക്ഷേ വെള്ളം മാത്രം, ഇത് വെള്ളം എന്ന് വിചാരിച്ചോളൂ, വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് ആണേ. വെള്ളം, ലിക്വിഡ് വാട്ടർ ഐസായി മാറുമ്പോൾ ദ പാർട്ടിക്കിൾസ് വിൽ മൂവ് അപ്പാർട്ട്. പാർട്ടിക്കിൾസ് അകലാണ് ചെയ്യുക. അപ്പോൾ വോളിയം കൂടും, അപ്പോൾ ഡെൻസിറ്റി കുറയും. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളൊരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ട് ഫ്രീസറിൽ കയറ്റി വെച്ച് തണുപ്പിച്ച് നോക്കിയിട്ടുണ്ടോ? തണുപ്പിച്ചത് ഐസായി മാറി കഴിയുമ്പോൾ ആ പാത്രത്തിൽ ഒരു നിരപ്പിലായിരുന്നു വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നത് അല്ലേ? ആ നിരപ്പിൽ നിന്നും അതിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന പോലെ കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം വെള്ളം ഐസായി മാറിയ സമയത്ത് വോളിയം കൂടി എന്നാണ്. വോളിയം കൂടുന്നതിൻ്റെ ഫലമായിട്ട് ഡെൻസിറ്റി എന്ത് ചെയ്യും? കൂടും. ഡെൻസിറ്റി എന്ത് ചെയ്യും? കൂടും. സോ എങ്കിൽ ഞാനിവിടെ പറയാൻ പോകുന്നത് അതുകൊണ്ടുള്ള വലിയൊരു ഇമ്പോർട്ടൻസിനെ പറ്റിയാണ്. വലിയൊരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? വെള്ളത്തിലാണ് ആദ്യമായി ലൈഫ് ഒറിജിനേറ്റ് ചെയ്തതെന്നുള്ള തിയറികളൊക്കെ ഉണ്ട്. അതിനകത്ത് പറയുന്നത് ഇത് ഒരു ഗ്രൗണ്ട് സർഫസ് ആണെന്ന് കരുതുക. ഗ്രൗണ്ട് സർഫസ്, ഇത് വെള്ളമാണ്. ഓക്കെ, വെള്ളം. അപ്പോൾ ഈ വെള്ളം അറ്റ്മോസ്ഫിയറുമായി കോണ്ടാക്റ്റിൽ വരുമ്പോൾ വെള്ളം എന്തായി മാറും? ഐസായി മാറും. അങ്ങനെ വെള്ളം ഐസായി മാറുന്നതോട് കൂടിയിട്ട് ആ ഐസ് വെള്ളത്തിന് മുകളിലായിട്ട് ഇത്തരത്തിൽ ഫ്ലോട്ട് ചെയ്യും. സീ ദിസ്? ആ ഐസ് വെള്ളത്തിന് മുകളിലായിട്ട് എന്ത് ചെയ്യാണ്? ഇതാ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ എന്താണ് കുട്ടികളെ? വെള്ളമാണ് കേട്ടോ. താഴെ വെള്ളമാണ്, മുകളിൽ ഐസ് ഫ്ലോട്ട് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഐസ് വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്നത് മൂലം താഴെയുള്ള വെള്ളത്തിന് അറ്റ്മോസ്ഫിയറുമായി പിന്നെ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഈ വെള്ളം ഒരിക്കലും ഇനി എന്തായി മാറില്ല? ഐസായി മാറില്ല. നിങ്ങൾ ഈ ചാനലുകളിലും മറ്റൊക്കെ കണ്ടിട്ടുണ്ടാവും. അന്റാർട്ടിക്ക പോലുള്ള സ്ഥലങ്ങൾ കാണിക്കുമ്പോൾ അവിടുത്തെ കടൽ കാണിക്കുന്ന സമയത്ത് സർഫസിൽ ഐസ് കാണാൻ പറ്റും, എന്നാൽ താഴെ ഫുള്ള് വെള്ളമായിരിക്കും. അതിൻ്റെ പിന്നിലുള്ള റീസൺ ഇതാണ്. ഈ വെള്ളം ഐസായി മാറുമ്പോൾ ഈ ഐസ് വെള്ളത്തിൻ്റെ മുകളിൽ കയറി ഫ്ലോട്ട് ചെയ്യുന്നു. അങ്ങനെ ഫ്ലോട്ട് ചെയ്യുമ്പോൾ താഴെയുള്ള വെള്ളം ഐസും അറ്റ്മോസ്ഫിയറുമായി പിന്നെ കോണ്ടാക്റ്റിൽ വരില്ല. അപ്പോൾ താഴെയുള്ള വെള്ളം ഹീറ്റ് ലൂസ് ചെയ്തിട്ട് പിന്നീട് എന്തായി മാറില്ല? ഐസായിട്ട് മാറില്ല. അതുകൊണ്ട് അക്വാട്ടിക് ലൈഫിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഐ ഹോപ്പ് ദ തിങ്സ് ആർ ക്ലിയർ.
സോ ഇതാണ് വെള്ളം ഐസായി മാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നല്ലപോലെ പഠിക്കേണ്ടതും കൂടിയാണ് കേട്ടോ. നൗ ലെറ്റ് us എക്സ്പ്ലെയിൻ ദ നെക്സ്റ്റ് വൺ. അടുത്ത ഭാഗം നമുക്കൊന്ന് നോക്കാം. വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഐസ്? ഐസിൻ്റെ സ്ട്രക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഐസിൻ്റെ സ്ട്രക്ചർ യു ക്യാൻ സീ ദിസ് ഈസ് എ സ്ട്രക്ചർ ഓഫ് ഐസ്. ആൻഡ് ദിസ് സ്ട്രക്ചർ ഇസ് വാട്ട് വി ആർ കോളിംഗ് ആസ് ഓപ്പൺ കേജ് ലൈക്ക് സ്ട്രക്ചർ. ഒരു തുറന്ന കൂട് പോലത്തെ സ്ട്രക്ചറാണ് ആർക്കുള്ളത്? ഐസിനുള്ളത്. ഓപ്പൺ കേജ് ലൈക്ക് സ്ട്രക്ചർ. നൗ ഐസിനകത്ത് അവർ പറയുന്നത് വാട്ടർ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹിയർ ദ സെഡ് ദാറ്റ് ഒരു വാട്ടർ മോളിക്യൂളിന് ചുറ്റും 4 വാട്ടർ മോളിക്യൂൾസ് ആണ് എക്സിസ്റ്റ് ചെയ്യുക. ആൻഡ് ദേ ആർ അസോസിയേറ്റഡ് ബൈ എ ഹൈഡ്രജൻ ബോണ്ട്. എങ്ങനെ? ഈ ഓക്സിജനിലെ ലോൺ പെയർ ഇല്ലേ മക്കളെ, ആ ലോൺ പെയർ മറ്റൊരു വാട്ടർ മോളിക്യൂളിലെ ഹൈഡ്രജനുമായി ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും. അടുത്ത ലോൺ പെയർ വേറൊരു വാട്ടർ മോളിക്യൂളിലെ ഹൈഡ്രജനുമായി ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും. ഈ ഹൈഡ്രജൻ വേറൊരു വാട്ടർ മോളിക്യൂളിലെ ഓക്സിജനുമായി ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും. ഈ ഹൈഡ്രജൻ മറ്റൊരു വാട്ടർ മോളിക്യൂളിലെ ഓക്സിജനുമായി ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും. അത്തരത്തിൽ each water molecule is tetrahedrally surrounded by 4 other water molecules. Each water molecule is tetrahedrally surrounded by 4 other water molecules. തീർന്നിട്ടില്ല. ഇതിനകത്ത് 2 ഓക്സിജൻ ആറ്റങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് they said that it is 276 picometer. 276 picometer. ഈ 276 പൈക്കോമീറ്ററിൽ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 176 പൈക്കോമീറ്ററും OH ബോണ്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 100 പൈക്കോമീറ്ററുമാണ്. അങ്ങനെ ടോട്ടൽ ഇറ്റ് ഈസ് 276 പൈക്കോമീറ്റർ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ഐസ്. ഐസിൻ്റെ സ്ട്രക്ചറായിട്ട് പറയപ്പെടുന്ന കാര്യങ്ങൾ. നൗ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. ഇനി നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വെള്ളത്തിൻ്റെയും ഹെവി വാട്ടറിൻ്റെയും ഒരു കമ്പാരറ്റീവ് സ്റ്റഡിയിലൂടെ നമ്മൾ തീർത്തല്ലോ. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസാണ് ഞാൻ പറയുന്നത്. ദ വെരി ഫസ്റ്റ് വൺ ഈസ് വാട്ട് വി ആർ കോളിംഗ് ആസ് ആംഫോട്ടറിക് നേച്ചർ. വെള്ളം ആംഫോട്ടറിക് ആണ്. വാട്ട് യു മീൻ ബൈ ദറ്റ് സ്റ്റേറ്റ്മെൻറ്റ്? നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇൻ ദിസ് റിയാക്ഷൻ വാട്ടർ ഈസ് റിയാക്ടിങ് വിത്ത് അമോണിയ. Water will give H plus so that ammonia will accept that H plus and it turns to be ammonium and hydroxide ion. So as per this reaction, water is acting as an acid and ammonia is acting as a base, right? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം here water is acting as an acid. And see this reaction? Here hydrogen sulfide is losing 1 H plus and water is gaining that H plus. H പ്ലസിനെ കൊടുക്കുന്ന ഹൈഡ്രജൻ സൾഫൈഡ് ആരായി മാറി? ആസിഡായി മാറി. H പ്ലസിനെ സ്വീകരിച്ച വാട്ടർ ആരായി മാറി? ബേസായി മാറി. അപ്പോൾ ആദ്യത്തെ റിയാക്ഷനിൽ വാട്ടർ എന്ന് പറഞ്ഞവൻ ഒരു ആസിഡായിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തെ റിയാക്ഷനിൽ വാട്ടർ ആക്ട് ചെയ്യുന്നത് ഒരു ബേസ് ആയിട്ടാണ്. ദാറ്റ്സ് വൈ വി ആർ സെയിങ് ദാറ്റ് വാട്ടർ ഈസ് an amphoteric substance. ആസിഡിൻ്റെ കൂടെ ബേസായും ബേസിൻ്റെ കൂടെ ആസിഡായും ആക്ട് ചെയ്യാൻ സാധിക്കുന്നവൻ. ആൻഡ് യു ക്യാൻ സീ the autoprotolysis of water, or we can call it as self-ionization of water. ഇത് നിങ്ങൾ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. 2 വാട്ടർ മോളിക്യൂൾസ് സി അല്ലേ, ഒരാൾ ആസിഡായിട്ടും മറ്റാൾ ബേസ് ആയിട്ടും ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്നും H പ്ലസിനെ വിട്ടുകൊടുക്കും. അപ്പോൾ ഇവൻ ആരായി മാറും? OH മൈനസ്. അവൻ വിട്ടുകൊടുത്ത H പ്ലസിനെ ഇവൻ സ്വീകരിക്കും. അപ്പോൾ ഇവൻ ആരായി മാറും? H3O പോസിറ്റീവ്. This is what we are calling as autoprotolysis, or we can call it as self-ionization of water. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് at 298 Kelvin the concentration of hydronium ion is 10 raised to minus 7 moles per liter. Concentration of hydroxide ion is 10 raised to minus 7 moles per liter. Therefore pH of pure water is at 298 Kelvin 7. pH of pure water at 298 Kelvin is 7 എന്ന് പഠിച്ചിട്ടുള്ളത് മറക്കരുത്. Then you can see redox reactions involving water. നിങ്ങൾ റിഡോക്സ് റിയാക്ഷൻസ് എന്ന ചാപ്റ്ററിൽ റിഡോക്സ് റിയാക്ഷൻസ് ഇൻവോൾവിംഗ് വാട്ടർ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ഹൈഡ്രജൻ വാട്ടറും സോഡിയവുമായി റിയാക്ട് ചെയ്യുന്നു. പറയൂ മക്കളെ, സോഡിയം എടുത്ത് വെള്ളത്തിലിട്ട് എന്താ ഉണ്ടാവുക? സോഡിയം ഹൈഡ്രോക്സൈഡ് അലോങ് വിത്ത് ഹൈഡ്രജൻ, ഇസ്ന്റ് ഇറ്റ്? പറ, ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ പറ. വാട്ടറിനകത്ത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് +1, ഓക്സിജൻ എന്ന് പറയുന്നത് -2, സോഡിയം ഹിയർ ഈസ് 0, റൈറ്റ്?
എന്നാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് വരുമ്പോൾ സോഡിയം എന്ന് പറയുന്നത് +1, ഓക്സിജൻ ഈസ് -2, ഹൈഡ്രജൻ ഈസ് +1, റൈറ്റ്? ഇപ്പുറത്ത് ഹൈഡ്രജൻ എത്രയാണ്? 0 അല്ലേ? അപ്പോൾ ഇവിടെ 0യിൽ നിൽക്കുന്ന സോഡിയം +1ലേക്ക് പോയി. അതെന്താ പ്രോസസ്സ്? ഓക്സിഡേഷൻ, isn't it? അതേസമയം +1ൽ നിൽക്കുന്ന ഹൈഡ്രജൻ 0യിലേക്ക് പോയി. എന്താ പ്രോസസ്സ്? റിഡക്ഷൻ അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഇവിടെ വാട്ടറിന് റിഡക്ഷൻ സംഭവിച്ചു, സോഡിയത്തിന് ഓക്സിഡേഷൻ സംഭവിച്ചു. സോ വി ആർ കോളിംഗ് ഇറ്റ് ആസ് റിഡോക്സ് റിയാക്ഷൻ. അതേസമയം യു ക്യാൻ സി അനദർ വൺ, ദെൻ ദിസ് ഈസ് എ വെരി ഫേമസ് വൺ. കാർബൺ ഡയോക്സൈഡ് വാട്ടറുമായി റിയാക്ട് ചെയ്യുന്നു. ആൻഡ് യു നോ ദിസ് റിയാക്ഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ചെറുപ്പം മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണ്. ചെടികൾ ഫോട്ടോസിന്തസിസിൽ കാർബൺ ഡയോക്സൈഡും വലിച്ചെടുക്കുന്നു, വെള്ളവും വലിച്ചെടുക്കുന്നു, എന്നിട്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്നു. ആ സമയത്ത് ഓക്സിജൻ ഗ്യാസിനെ റിലീസ് ചെയ്യുന്നു. നമ്മൾ പറയാ ചെടികൾ കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കുന്നു, ഓക്സിജൻ റിലീസ് ചെയ്യുന്നു. കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കുന്നു, ഓക്സിജനെ റിലീസ് ചെയ്യുന്നു. ഏത് പ്രോസസ്സിൽ? ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത്. ഇവിടെ വളരെ പ്രസിദ്ധമായൊരു ചോദ്യം, ഈ ഓക്സിജൻ ഏതിൽ നിന്നാണ് വരുന്നത്? കാർബൺ ഡയോക്സൈഡിലെ ഓക്സിജനാണോ അതോ വാട്ടറിലെ ഓക്സിജനെയാണോ ചെടി പുറത്തേക്ക് വിടുന്നത്? ഐസോടോപ്പിക് ലാബലിംഗ് എക്സ്പെരിമെൻറ്റിലൂടെ നമ്മളത് തെളിയിച്ചിട്ടുണ്ട്. വാട്ടറിലെ ഓക്സിജനെയാണ് ചെടി പുറത്ത് വിടുന്നത്, അല്ലാതെ കാർബൺ ഡയോക്സൈഡിലെ ഓക്സിജനെ അല്ല. അതെങ്ങനെയാണ് എക്സ്പെരിമെൻ്റലി തെളിയിക്കുക? ഞാൻ പറഞ്ഞു, അതിന് വേണ്ടിയുള്ള എക്സ്പെരിമെൻറ്റിൻ്റെ പേര് ഐസോടോപ്പിക് ലാബലിംഗ് എക്സ്പെരിമെൻ്റ് എന്നാണ്. ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഡെമോ പറയാം. നിങ്ങളൊരു ചെടി എടുക്കുക, ഒരു ചെടി. ആ ചെടിക്ക് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചെടി അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്തോളൂ. ഈ ചെടിക്ക് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൽ ഓക്സിജൻ ഉണ്ടല്ലോ, ഓക്സിജൻ, അത് O18 അടങ്ങിയ ഓക്സിജൻ ആയിരിക്കണം. മാസ് നമ്പർ 18 ഉള്ള ഓക്സിജൻ. ഓക്കെ, സാധാരണ ഓക്സിജൻ്റെ മാസ് നമ്പർ എത്രയാണ്? 16. പക്ഷേ ഇതൊരു സ്പെഷ്യലി മെയ്ഡ് വാട്ടറാണ്. O18 അടങ്ങിയ ഓക്സിജനാണ് നിങ്ങൾ ആ വെള്ളത്തിൽ ഉണ്ടാവേണ്ടത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് ചെടി പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ O16 ഉള്ള ഓക്സിജൻ ആണെങ്കിൽ, അതായത് മാസ് നമ്പർ 16 ആയ ഓക്സിജൻ ആണെങ്കിൽ, we can conclude that it is from carbon dioxide. പക്ഷെ ചെടി പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ O18 അടങ്ങിയ ഓക്സിജൻ ആണെങ്കിൽ, that's from water. This is what we are calling as isotopic labeling experiment. അപ്പോൾ ഞാൻ ഈ പ്രോസസ്സ് നടത്തി, എക്സ്പെരിമെൻറ്റ് നടത്തി നോക്കിയപ്പോൾ I identified that here water is oxidized to oxygen. വാട്ടറിൽ നിന്നാണ് ഓക്സിജൻ പുറത്തേക്ക് വരുന്നത്. ഏത് പ്രോസസ്സിൻ്റെ സമയത്ത്? ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത്. സിമിലർലി യു ക്യാൻ സീ അനദർ വൺ. ഫ്ലൂറിനുമായിട്ടും ഇതേപോലെ ആര് റിയാക്ട് ചെയ്യും? വാട്ടർ റിയാക്ട് ചെയ്യും. നിങ്ങൾക്കറിയാം, ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ വാട്ടറിലെ ഓക്സിജനിൽ നിന്ന് ഇലക്ട്രോണെ പിടിച്ചെടുക്കും. അപ്പോൾ ഫ്ലൂറിൻ ആരായി മാറും? F- ആയി മാറും. F- H+ ചേരുമ്പോൾ HF. ഫ്ലൂറിൻ ഓക്സിജനിൽ നിന്നും ഇലക്ട്രോണെ പിടിച്ചെടുത്തു. അതോടുകൂടി ഫ്ലൂറിൻ ആരായി മാറി? F- ആയി മാറി. F- H+ ചേർന്നാൽ HF. തൻ്റെ കയ്യിലുള്ള എക്സസ്സായി നിൽക്കുന്ന 2 ഇലക്ട്രോൺസിനെ ഓക്സിജൻ നഷ്ടപ്പെടുത്തിയാൽ ഓക്സിജൻ ആരായി മാറും? O2 ഗ്യാസായി മാറും. And thus we got oxygen gas. So this is a perfect examples for what we are calling as redox reactions involving water. വെള്ളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റിഡോക്സ് റിയാക്ഷൻ. സോ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് വാട്ടറിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. നിങ്ങളിപ്പം ഞാൻ ഈ പറഞ്ഞ കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ഇക്വിലിബ്രിയം, അതേപോലെ തന്നെ റിഡോക്സ് റിയാക്ഷൻസ്, അവിടെ എല്ലാം കണ്ടിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ്. നമുക്കിനിയും ഒരുപാട് കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണാനുണ്ട്. ഫോർ എക്സാമ്പിൾ യു ക്യാൻ സീ ഹൈഡ്രോളസിസ് റിയാക്ഷൻ, ഹൈഡ്രേറ്റ് ഫോർമേഷൻ, പിന്നെ ഹെവി വാട്ടറിനെ പറ്റിയൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ഒരു ദിവസം നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഒരു രീതി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓരോ ലൈൻ ബൈ ലൈൻ എടുത്ത് അനലൈസ് ചെയ്യണം. ഓരോ ലൈൻ ബൈ ലൈൻ. നിങ്ങൾ ബോർഡ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു രീതിയിലൂടെ വേണം ഇനോർഗാനിക് കെമിസ്ട്രിയെ പഠിക്കാൻ. നിങ്ങളുടെ ഹൈഡ്രജൻ, S ബ്ലോക്ക്, P ബ്ലോക്ക്, എൻവോൺമെൻറ്റൽ കെമിസ്ട്രി പോലുള്ള എല്ലാ ചാപ്റ്ററുകളെയും
ലൈൻ ബൈ ലൈൻ അനലൈസ് ചെയ്യണം, ടേബിൾ ബൈ ടേബിൾ അനലൈസ് ചെയ്യണം, ഗ്രാഫുകൾ ഉണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യണം, ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ ഡയഗ്രാംസ് അനലൈസ് ചെയ്യണം. അത്തരത്തിലുള്ള ഒരു പഠനം നടത്തിയാലാണ് ഇനോർഗാനിക് കെമിസ്ട്രിയെ നിങ്ങളുടെ വരുതിക്ക് വരുത്താനായിട്ട് സാധിക്കുള്ളൂ. പഠിക്കുന്നതിലോ മറ്റോ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ ഞങ്ങളെ ധൈര്യമായി കോൺടാക്ട് ചെയ്യുക. വി വിൽ ഗിവ് യു എൻറ്റയർ സപ്പോർട്ട്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. മീറ്റ് യു ലേറ്റർ. താങ്ക് യു വെരി മച്ച്.